ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാന് കുത്തേറ്റ സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയായ ഒരു വാർത്തയാണ്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടന്നു വരികയാണ്. ഇപ്പോഴിതാ ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ വാദപ്രതിവാദങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെ BJPയും തമ്മിലാണ് ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോൾ നടന്നു വരുന്നത്. ബോളിവുഡ് താരമായ സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണത്തിൽ കേന്ദ്ര സർക്കാർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട ആം ആദ്മി പാർട്ടി അധ്യക്ഷനായ അരവിന്ദ് കെജ്രിവാളിനെ പരിഹസിച്ചുകൊണ്ട് ഡൽഹി BJP അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് രംഗത്ത് വന്നിരിക്കുകയാണ്. സെയ്ഫിനെ ആക്രമിച്ചയാൾ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരനാണെന്ന് അറിഞ്ഞതോടെ കേജ്രിവാൾ മിണ്ടുന്നില്ല എന്നാണ് സച്ദേവ് പറഞ്ഞത്. ജനുവരി 16-നായിരുന്നു സെയ്ഫ് അലി ഖാനെതിരായ ആക്രമണം നടന്നത്. സംഭവത്തിൽ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രതിയെ പിടികൂടിയത്. അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിച്ച മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹസാദിനെ താനെയിൽ നിന്നാണ് മുംബൈ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇന്ത്യയിൽ എത്തിയതോടെ മുഹമ്മദ് ഷെരീഫുൾ ഇസ്ലാം ഷെഹസാദ് ബിജോയ് ദാസ് എന്ന പേര് സ്വീകരിച്ചിരുന്നു. ബംഗ്ലാദേശ് സ്വദേശിയാണ് പ്രതി. ബംഗ്ലാദേശിൽ നിന്ന് 5 മാസം മുൻപാണ് ഇയാൾ ഇന്ത്യയിലെത്തിയത്. മോഷണത്തിനാണ് കെട്ടിടത്തിൽ കയറിയതെന്നും സെയ്ഫ് അലി ഖാന്റെ വീടാണെന്ന് അറിയില്ലായിരുന്നു എന്നുമായിരുന്നു പ്രതിയുടെ മൊഴി. വിവിധ ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗ് ജോലി ചെയ്യുകയായിരുന്നുവെന്നും പോലീസ് പറഞ്ഞു. പ്രതി ബംഗ്ലാദേശിയാണെന്ന പോലീസ് ആരോപണത്തെ അയാളുടെ അഭിഭാഷകൻ ചോദ്യം ചെയ്തിരുന്നു. പ്രതിക്കായി 2 അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായത്. പ്രതി ബംഗ്ലാദേശി പൗരനാണെന്ന് വ്യക്തമായതോടെയാണ് BJP വിഷയത്തിൽ പ്രത്യാരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സെയ്ഫ് അലി ഖാൻ ആക്രമിക്കപ്പെട്ട ദിവസം ശക്തമായി പ്രതികരിച്ച കേജ്രിവാൾ ആക്രമി ബംഗ്ലാദേശി പൗരനാണെന്ന് അറിഞ്ഞപ്പോൾ മൗനം പാലിക്കുകയായിരുന്നുവെന്ന് വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു. നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം ഒരുക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. റോഹിംഗ്യൻ മുസ്ലിമുകളും ബംഗ്ലാദേശികളും ഡൽഹിക്ക് മാത്രമല്ല രാജ്യത്തിനാകെ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുവെന്ന് BJP ആദ്യം മുതൽ പറഞ്ഞു വന്നിരുന്നു. എന്നാൽ കേജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി അവർക്ക് അഭയം നൽകുകയും ഡൽഹിയിൽ അവരെ വളർത്തുകയും ചെയ്യുന്നു. സെയ്ഫ് ആക്രമിക്കപ്പെട്ടപ്പോൾ ഉത്കണ്ഠ പ്രകടിപ്പിച്ച കേജ്രിവാളിന് ആക്രമണത്തിന് പിന്നിലുള്ള ബംഗ്ലാദേശിയുടെ ചെയ്തിയെ അപലപിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃത ബംഗ്ലാദേശികളെയും റോഹിംഗ്യൻ മുസ്ലിമുകളെയും ഡൽഹിയിൽ തങ്ങാൻ സഹായിക്കുകയും അവർക്ക് പണം, വൈദ്യുതി, വെള്ളം കണക്ഷൻ എന്നിവ നൽകുകയും ചെയ്ത് ആം ആദ്മി പാർട്ടിയാണെന്നും BJP ആരോപിക്കുകയുണ്ടായി. ഇവരെ വോട്ട് ബാങ്കിനായി ഉപയോഗിക്കുന്നതിനു വേണ്ടി ആം ആദ്മി പാർട്ടി രേഖകൾ നൽകിയെന്നും BJP നേതൃത്വം ആരോപിച്ചു. സെയ്ഫിനെതിരായ ആക്രമണത്തിൽ കേജ്രിവാൾ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു. നമ്മുടെ അതിർത്തികളെയും രാജ്യത്തെയും ഇന്ത്യയിലെ ജനങ്ങളെയും സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ BJP നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ രാജിവെക്കണം എന്നായിരുന്നു കേജ്രിവാൾ ആവശ്യപ്പെട്ടിരുന്നത്. നടൻ സൽമാൻ ഖാന്റെ വീടിനു പുറത്തു നടന്ന വെടിവയ്പും ബാബ സിദ്ദിഖിയെ കൊലപ്പെടുത്തിയ സംഭവം ചൂണ്ടിക്കാട്ടി സെലിബ്രിറ്റികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ പുതിയ കാര്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായും സെയ്ഫ് അലി ഖാന്റെ കുടുംബത്തോട് മാപ്പ് പറയണമെന്ന് ആം ആദ്മി പാർട്ടിയുടെ മുഖ്യ ദേശീയ വക്താവ് പ്രിയങ്ക കക്കർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ 10 വർഷത്തിനിടെ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും ഇത് അവരുടെ ഭരണ പരാജയമാണെന്നും പ്രിയങ്ക പറഞ്ഞിരുന്നു. അതേസമയം വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ബാദ്രയിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് അലി ഖാൻ കുത്തേറ്റത്. മോഷണ ശ്രമത്തിനിടെയായിരുന്നു ആക്രമണത്തിൽ സെയ്ഫ് അലി ഖാന്റെ കഴുത്തിലും നട്ടെല്ലിന് സമീപവുമാണ് കുത്തേറ്റത്. സംഭവത്തിന് പിന്നാലെ ഓട്ടോറിക്ഷയിൽ ലീലാവതി ആശുപത്രിയിൽ എത്തിച്ച സെയ്ഫ് അലി ഖാനെ അടിയന്തര ചികിത്സയ്ക്ക് വിധേയനാക്കുകയായിരുന്നു. നടൻ അപകടനില തരണം ചെയ്തതായാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്.